എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് കാണിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കുന്നു. നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതിലല്ല, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ 3 കാര്യങ്ങൾ: സ്നേഹം, ബഹുമാനം, വിശ്വാസം. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു, എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. അക്ഷരങ്ങൾ നിരത്തിവെച്ച് നമുക്ക് എന്തും വായിക്കാം. വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ്. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും. വിജയത്തിന്റെ തൊട്ടു മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. ഒന്നെങ്കിൽ അതൊരു പുതിയ തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. കള്ളന് മോഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, എന്നാൽ ഉടമസ്ഥന് അവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. തെറ്റുകൾ ചെയ്യുന്നവർക്ക് സത്യം ഒളിപ്പിച്ചു വയ്ക്കുവാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. പക്ഷേ സത്യം പറയുന്നവന് ഒളിപ്പിച്ചു വയ്ക്കുവാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറ് കൊണ്ടിട്ടുണ്ട്. സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട്. മനോഹരമായ 1000 മുഖങ്ങളെക്കാൾ ഹൃദയം മികച്ചതാണ്. അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. വിഷമങ്ങൾ നേരിടുമ്പോൾ ക്ഷമയാണ് ധീരത. നിരാശയുടെ ഇരുൾ മുറിയിൽ തളർന്നിരിക്കാതെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ നയിക്കുക. ഒരു സ്ത്രീ ഏറ്റവും സത്യസന്ധവും ആത്മാർത്ഥവുമായി പെരുമാറിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. സ്നേഹിക്കാൻ നല്ലതും മിണ്ടാപ്രാണികളാണ്. ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.